എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ സഞ്ചാരികൾ എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് പണ്ട് കാലത്ത് നടന്നൊരു കഥയെ പറ്റിയാണ്, ഒരു റിയാലിറ്റിയെ പറ്റിയാണ്. ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നത് എന്താണോ എന്നത്, അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബാൻസൺ എന്നാണ്. അദ്ദേഹം അതിപ്രശസ്തനായ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൻ്റെ പാർട്ട്ണർ കൂടിയായിരുന്നു. കണ്ടുപിടുത്തത്തിലല്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ. അത് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് വ്യക്തമാക്കി തരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പാടശേഖരം കണ്ടു. ഈ പാടശേഖരത്തിൽ വിത്തിറക്കുന്നതിന് മുമ്പ് ഈ കർഷകൻ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നവുമാണ് ഈ വിളവെടുക്കാനായി നിൽക്കുന്ന ഈ നെൽപ്പാടങ്ങൾ. എന്ത് മനോഹരമാണല്ലേ കാണാൻ. ഈ മനുഷ്യൻ കാറ്റും മഴയും എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ നെൽപ്പാടങ്ങൾ വിളവെടുക്കുന്നത് വരെ പക്ഷികളുടെ ആക്രമണങ്ങൾ, കാലം തെറ്റിയുള്ള കാലാവസ്ഥയിൽ പെയ്യുന്ന മഴ, വെള്ളം ലഭിക്കാത്തൊരു കാലാവസ്ഥ, കൃത്യമായ രീതിയിൽ ലേബേഴ്സിന് എന്നുവെച്ചാൽ വർക്കേഴ്സിന് ലഭിക്കാനുള്ള ലഭ്യതയില്ലാത്തൊരു പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്ത് അദ്ദേഹം ഈ ഒരു പാടശേഖരം കുറച്ച് ആഴ്ചകൾ കൂടി അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിളവെടുക്കാൻ സാധിക്കും. ആ ഒരു കണ്ടീഷനിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഈ ബാൻസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥയും. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ന്യൂജേഴ്സിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ജനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് തോമസ് ആൽവ എഡിസനെ പറ്റി ഇദ്ദേഹം അറിയുന്നതും എഡിസൻ്റെ അടുത്തേക്ക് പോകണമെന്നും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിയാകണമെന്നും ഇദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ന്യൂജേഴ്സിയിൽ നിന്ന് എഡിസൻ്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി വണ്ടി ക്യാഷില്ല. എന്നുവെച്ചാൽ കള്ളവണ്ടി കയറാൻ തയ്യാറായി നിൽക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലക്ഷ്യസ്ഥാനത്തെത്തും മുമ്പ് ചിലപ്പോൾ പോലീസുകാർ പിടിച്ച് പുറത്താക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലിങ്ങനെ കരുതി, ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടാലും വേണ്ടില്ല, എൻ്റെ ആഗ്രഹം ഞാൻ നേടിയെടുക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ചരക്ക് വണ്ടിയിൽ കയറാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ന്യൂജേഴ്സിയിൽ നിന്ന് ചരക്ക് വണ്ടിയിൽ കയറി തോമസ് ആൽവ എഡിസൻ്റെ അടുത്തേക്ക് എത്തി. ഭാഗ്യവശാൽ അദ്ദേഹത്തെ പോലീസ് പിടിക്കുകയോ അല്ലെങ്കിൽ TTR പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം എഡിസൻ്റെ പരീക്ഷണശാലയിലെത്തിയിട്ട് അദ്ദേഹം കാര്യം അറിയിച്ചു. ഞാനിവിടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ വന്നതാണ് എന്നുള്ളത് എഡിസനോട് പറഞ്ഞു. പക്ഷേ എഡിസൺ ഒരു ശാസ്ത്രജ്ഞനാണല്ലോ. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലകളിലായിട്ടും അതേപോലെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഏരിയകളിലായിട്ടൊക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും എഡിസൺ മനസ്സിലാക്കിയെടുത്തു ഇദ്ദേഹം വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്, കേവലം ഒരു ജോലിക്കാരൻ ആയിട്ടല്ല എന്നുള്ളത്. അങ്ങനെ നിലവിൽ തോമസ് ആൽവ എഡിസൻ്റെ പരീക്ഷണശാലയിലോ സ്ഥാപനത്തിലോ ഒന്നും ഒരു ജോലി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു തൊഴിലവസരം അവിടെ നിലവിലുണ്ടായിരുന്നില്ല. എങ്കിലും തോമസ് എഡിസൺ എന്ത് ചെയ്തു, ബാൻസനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഫയലുകൾ അങ്ങോട്ട് വെക്കുന്നതിനും പൊടി തുടച്ചു വെക്കുന്നതിനും ചായ ഉണ്ടാക്കുന്നതിനും അതിനൊക്കെ നിലവിൽ ആളുകളുണ്ട്. എങ്കിലും ഇദ്ദേഹത്തെ ഞാൻ ജോലിക്കെടുത്താൽ ഭാവിയിൽ എനിക്ക് ഉപകാരപ്പെടും എന്ന് എഡിസൺ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അത്ര പ്രാധാന്യമല്ലാത്തൊരു ജോലി എഡിസൺ അവിടെ നൽകി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ഈ ബാൻസൺ എന്ന വ്യക്തിക്ക് എഡിസനോട് കാര്യം അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സംഗതിയിലേക്ക് എത്തിപ്പെടാനോ ഉള്ള ഒരു വഴിയും ലഭിക്കുന്നില്ല. അങ്ങനെ ബാൻസൺ മനസ്സിലിങ്ങനെ പറയുകയാണ്, ഇപ്പം ഞാനിവിടെ അങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്, ഒരവസരം പോലും ലഭിക്കുന്നില്ലല്ലോ എന്ന് ബാൻസൺ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തി അദ്ദേഹം എന്ത് ചെയ്തില്ല, വിട്ടുകളഞ്ഞില്ല. അത് മുറുക്കെ പിടിച്ചു. എന്തെങ്കിലും അവസരം വരും എന്നെങ്കിലും ഒരു ദിവസം എന്ന് അദ്ദേഹം മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ
തോമസ് ആൽവ എഡിസൻ്റെ മറ്റൊരു കണ്ടുപിടുത്തമായിരുന്നു എന്ത്, ഓഫീസുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു യന്ത്രം അദ്ദേഹം കണ്ടുപിടിച്ചു. ആ യന്ത്രം അദ്ദേഹത്തിൻ്റെ സെയിൽസ് ടീമിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇത് നിങ്ങൾ വിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ വിചാരിച്ചതുപോലെ അവിടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സെയിൽസ് ടീമിനൊന്നും ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കസ്റ്റമറുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കാര്യം. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സെയിൽസിലൊക്കെ പ്രാവീണ്യവും പ്രാതിനിധ്യവും തെളിയിച്ചിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിലവിൽ ജോലി ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഇതൊന്നും വിൽക്കാനുള്ളൊരു സാഹചര്യം ലഭിച്ചില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റണില്ല എന്ന് എഡിസൻ്റെ അടുത്ത് ഈ ജോലിക്കാർ വന്ന് പറയുന്നു. ആ സമയത്ത് ബാൻസൺ എഡിസനോട് പറയുന്നു, ഞാനത് വിൽക്കാം എന്നുള്ളത്. അപ്പോൾ ചുറ്റും കൂടി നിന്നിട്ടുള്ള മറ്റേ എഡിസൻ്റെ മറ്റ് ജോലിക്കാരെല്ലാം പരിഹസിച്ചുകൊണ്ട് അട്ടഹസിച്ചു ചിരിച്ചു. എന്ത്, വെറും ഒരു തൂപ്പുകാരൻ അല്ലെങ്കിൽ ഒരു സ്വീപ്പർ ഈ പ്രൊഡക്റ്റ് വിൽക്കാനോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കി ചിരിച്ചു. പക്ഷേ എഡിസൺ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ആ അവസരം നൽകുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന് എഡിസൺ ആ അവസരം നൽകി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും ആ പുതിയ ഉപകരണം ബാൻസൺ പൊതുജനങ്ങളിലേക്ക്, കസ്റ്റമറിലേക്ക് അത് എത്തിച്ചു. തിരിച്ച് എഡിസൻ്റെ മുന്നിൽ നെഞ്ചും വിരിച്ച് വന്ന് നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് ഉള്ള കാലത്തോളം ആ പ്രൊഡക്റ്റിൻ്റെ വിതരണം എഡിസൺ ഈ ബാൻസനെ ഏൽപ്പിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഈ കച്ചവട മേഖലയിൽ ബാൻസനെ തൻ്റെ പങ്കാളിയാക്കുകയും ചെയ്തു. ദാരിദ്ര്യത്തിൽ നിന്ന്, ഒരു തീവണ്ടിക്ക് പോലും പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം കള്ളവണ്ടി കയറി, ന്യൂജേഴ്സിയിൽ നിന്നും കള്ളവണ്ടി കയറി എഡിസൻ്റെ പരീക്ഷണശാലയിലെത്തി. അത്ര പ്രാധാന്യമൊന്നുമില്ലാത്തൊരു ജോലി എഡിസൺ നൽകി അദ്ദേഹം അതിൽ വർഷങ്ങളോളം പിടിച്ചു നിന്ന് പുതിയ കണ്ടുപിടുത്തം പ്രഗത്ഭരായിട്ടുള്ള കച്ചവടക്കാർക്ക് ചെയ്യാൻ സാധിക്കാത്ത ആ ഉപകരണം ഈ ബാൻസൺ വിൽക്കുകയും അതിൻ്റെ മൊത്ത വിതരണം അദ്ദേഹം ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി എന്നുള്ള ആ ഒരു സംഗതി അദ്ദേഹം മുറുകെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഈ കഥയിൽ രചയിതാവ് വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഇപ്പോൾ ഈ പാടശേഖരത്തിൽ അദ്ദേഹം അവിടെ പക്ഷികൾ വരും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പക്ഷികൾ എൻ്റെ നെല്ലുകൾ എല്ലാം കൊത്തിക്കൊണ്ടു പോകും, പ്രതികൂലമായ കാലാവസ്ഥ വന്നാൽ എനിക്ക് നഷ്ടമാണ് എന്നുള്ളതെല്ലാം അദ്ദേഹം ചിന്തിച്ചിരുന്നു എങ്കിൽ ഈ കൃഷിസ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു നെൽപ്പാടം ഇത്രയും വിശാലമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം അത് നമ്മൾ മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. ഒരുപാട് വീഴ്ചകളുണ്ടാവാം, ഒരുപാട് പരിഹാസങ്ങളുണ്ടാവാം, കുത്തിപ്പറച്ചിലുകളും തള്ളിപ്പറയലുകളും ഉണ്ടാവാം, സാമ്പത്തിക നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷേ അതെല്ലാം നമ്മൾ ത്യജിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛാശക്തി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തോമസ് ആൽവ എഡിസൻ്റെ പങ്കാളിയായ ബാൺസിൻ്റെ ജീവിതകഥ. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത സ്റ്റോറിയുമായി നാളെ കാണാം. ഗുഡ് ബൈ.